റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. സ്വന്തമായി ഒരു രാജ്യം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിചിത്രമായി ചിലപ്പോൾ ഈ ഒരു കാര്യത്തെ തോന്നാം. പക്ഷേ ഒരു 20 വയസ്സുകാരൻ വിചിത്രമായി ഈ ആശയം യാഥാർത്ഥ്യമാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള ഡാനിയൽ ജാക്സൺ എന്ന യുവാവാണ് സ്വയം പ്രഖ്യാപിത രാജ്യത്തിന്റെ പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ചത്. ക്രൊയേഷ്യയ്ക്കും സെർബിയയ്ക്കും ഇടയിലുള്ള ഒരു തർക്കഭൂമിയാണ് ഡാനിയൽ ജാക്സൺ സ്വന്തം രാജ്യമാക്കി മാറ്റിയത്. ഫ്രീ റിപ്പബ്ലിക് ഓഫ് വേർഡീസ് എന്നറിയപ്പെടുന്ന ഈ ചെറു രാജ്യത്തിന് സ്വന്തമായ ഒരു പതാക, ഒരു മന്ത്രിസഭ, സ്വന്തം കറൻസി, ഏകദേശം 400 പൗരന്മാരുണ്ട്. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കത്തിൽപ്പെട്ട് ആരും അവകാശപ്പെടാതെ കിടക്കുന്ന പോക്കറ്റ് 3 എന്ന ഭൂമിയാണ് ജാക്സൺ സ്വന്തം രാജ്യമാക്കി മാറ്റിയത്. 125 ഏക്കറിൽ താഴെ വിസ്തൃതിയുള്ള ഈ വനപ്രദേശം ഡാന്യൂബ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൗമാരക്കാരനായ സുഹൃത്തുക്കളുമായി ചേർന്ന് ജാക്സൺ നടത്തിയ ഒരു പരീക്ഷണമാണ് ഒരു സൂക്ഷ്മ രാഷ്ട്രത്തിന്റെ പിറവിക്ക് കാരണമായത്. 14 വയസ്സുള്ളപ്പോഴാണ് തന്റെ സ്വപ്നമായ വേർഡിസിന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയതെന്ന് ജാക്സൺ പറയുന്നു. വാർത്താ ഏജൻസിയായിട്ടുള്ള SWNSന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഓസ്ട്രേലിയൻ വേരുകളുള്ള ബ്രിട്ടീഷ് പൗരനായ ജാക്സൺ 2019 മെയ് 30 വെഡിസിനെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഫാഷൻ ലോകത്തെ പുതിയ നിർവചനങ്ങളിൽ ഒന്നായിട്ടുള്ള സാറ പുതിയ ട്രെൻഡുകൾ അതിവേഗം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ എന്നും മുൻപന്തിയിലാണ്. എന്നാൽ ഈ വേഗതയ്ക്കിടയിൽ ചിലപ്പോൾ അവർക്ക് പിഴവുകൾ പറ്റുവാറുണ്ട്. അത്തരത്തിലൊരു പിഴവ് ഇപ്പോഴത്തെ സാറയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല, ഒരു തെറ്റിപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കഴിഞ്ഞു. അതും എടുത്തു പറയേണ്ട കാര്യമാണ്. സമൂഹം ശരീര സൗന്ദര്യത്തെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള വലിയ ചോദ്യങ്ങളാണ് ഈ വിവാദത്തിലൂടെ പിറന്നിരിക്കുന്നത്. ബ്രിട്ടനിലെ പരസ്യങ്ങളെ നിയന്ത്രിക്കുന്ന അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയാണ് സാറയുടെ 2 പരസ്യങ്ങൾ നിരോധിച്ചുവെന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. പിന്നാലെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത് അനാരോഗ്യകരമായ മെലിഞ്ഞ മോഡലുകളെ ഉപയോഗിച്ച് തെറ്റായ സൗന്ദര്യത്തിന്റെ സങ്കല്പങ്ങൾ പ്രചരിക്കുന്നുവെന്നാണ് സാറയ്ക്കെതിരെയുള്ള ആരോപണം. 1967 അതിർത്തി മാനദണ്ഡങ്ങൾ പ്രകാരം പാലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ബ്രിട്ടൻ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ഇസ്രായേലിന്റെ ഭാഗമായി അംഗീകരിക്കുന്നില്ല എന്ന് UK പുറത്തിറക്കിയ പുതിയ മെമ്മോറണ്ടത്തിൽ വിശദീകരിച്ചു. 1967 നയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തോട് ബ്രിട്ടൻ അനുകൂലിക്കുന്നുവെന്നും കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ ഇസ്രായേൽ കയ്യേറിയ ഫലസ്തീൻ പ്രദേശങ്ങളെ ഇസ്രായേലിന്റെ ഭാഗമായി അംഗീകരിക്കുന്നില്ലെന്നും ബ്രിട്ടൻ പറഞ്ഞു. കിഴക്കൻ ജെറുസലേമും ഗസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ഒരു ഏകരാജ്യത്തിന്റെ കീഴിൽ കൊണ്ടുവരണം എന്നും മെമ്മോറാണ്ടം ആവശ്യപ്പെട്ടു. ഭരണം, സുരക്ഷ, പുനർനിർമ്മാണം എന്നിവയിൽ പലസ്തീൻ അതോറിറ്റിക്കായിരിക്കണം അധികാരമെന്നും മെമ്മോറാണ്ടം പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. കൊച്ചി മെട്രോ പാലത്തിന്റെ മുകളിൽ നിന്നും ചാടി യുവാവ് മരിച്ചു. മലപ്പുറം ചുള്ളിപ്പാറ സ്വദേശി വീരാശ്ശേരി കുഞ്ഞുമൊയ്തീന്റെ മകൻ നിസാറാണ് മരിച്ചത്. തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട SN ജംഗ്ഷൻ മെട്രോ സ്റ്റേഷനുകൾക്കിടയിലായിരുന്നു സംഭവം. ഇയാളെ അതീവ ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം വൈകാതെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കും. വടക്കേക്കോട്ടയിൽ നിന്ന് തൃപ്പൂണിത്തുറയ്ക്ക് ടിക്കറ്റ് എടുത്ത ശേഷമാണ് നിസാർ പ്ലാറ്റ്ഫോമിൽ പ്രവേശിച്ചത്. തുടർന്ന് പ്ലാറ്റ്ഫോമും മറികടന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഇയാൾ പുറത്തേക്ക് കടക്കുന്നത് കണ്ടതോടെ മെട്രോ അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ട്രെയിനുകളുടെ ഓട്ടം നിർത്തുകയും ചെയ്തു. പിന്നാലെ അഗ്നിശമന സേന സംഭവ സ്ഥലത്തെത്തി. ഇയാളെ അനുനയിപ്പിച്ച് താഴെയിറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇതോടെ താഴേക്ക് ചാടിയാൽ പിടിക്കുന്നതിന് വലയുൾപ്പെടെയുള്ള സംഭവങ്ങൾ അഗ്നിശമന സേന തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഇതിനപ്പുറത്തേക്ക് നിസാർ ചാടുകയായിരുന്നു. എന്തിനാണ് ഇത്തരമൊരു കാര്യത്തിലേക്ക് ഇയാളെ നയിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. പരിശോധനകൾക്ക് ശേഷം മെട്രോ സർവീസ് പുനരാരംഭിച്ചു. നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുവാനും സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുവാനും ശ്രമിച്ച കേസിൽ അഭിഭാഷകനും അറസ്റ്റിൽ. മുൻ ചലച്ചിത്ര സംവിധായകനും അഭിഭാഷകനുമായിട്ടുള്ള സംഗീത് ലൂയിസാണ് ഇന്ന് രാവിലെ കൊച്ചി സൈബർ പോലീസിന്റെ പിടിയിലായത്. കൊല്ലം കുണ്ടറ സ്വദേശിയായിട്ടുള്ള ഇയാൾ നിലവിൽ താമസിക്കുന്നത് തൃശൂർ അയ്യന്തോളിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ കേസിലെ 1ാം പ്രതി നടി മീനു മുനീർ അറസ്റ്റിലായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയാണ് സംഗീത് എന്നും 2023 കുണ്ടറ പോലീസ് ഇയാളെ കാപ്പ ചുമത്തി കരുതൽ തടങ്കലിൽ അടച്ചിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. മലയാള സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പ്രമുഖരായ ഒട്ടേറെ പേർക്കെതിരെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു. നടനും MLA മുകേഷ്, സിദ്ദീഖ്, ജയസൂരി, ഇടവേള ബാബു അടക്കമുള്ളവർക്ക് നേരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നതിന് പിന്നാലെയാണ് ബാലചന്ദ്ര മേനോനെതിരെയും ആരോപണം ഉന്നയിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും. സന്ദർശന തീയതിയുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായി. റഷ്യയിൽ സന്ദർശനത്തിനെത്തിയ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അറിയിച്ചു. തീയതി സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ വന്നിട്ടില്ലെങ്കിലും ഓഗസ്റ്റ് മാസം അവസാനത്തോടെയാകും പുടിൻ ഇന്ത്യയിലെത്തുകയെന്ന് റഷ്യൻ വാർത്താ ഏജൻസിയായിട്ടുള്ള ഇന്റർഫാക്സ് റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ സഹായം നൽകുകയാണെന്ന് ആരോപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തിയതിന് പിന്നാലെയാണ് പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നത് ശ്രദ്ധേയമായത്.
അമ്മ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനാലാണ് തനിക്കെതിരെയുള്ള കേസെന്ന് ശ്വേതാ മേനോൻ. കേസ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും എഫ്ഐആർ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതി നൽകിയ ഹർജിയിലാണ് ശ്വേത ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. പരാതിക്കാരന്റെ വിശ്വാസ്യതയും അന്വേഷിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 15-നാണ് അമ്മ ഭാരവാഹികളെ കണ്ടെത്തുവാനുള്ള തെരഞ്ഞെടുപ്പ്. ഹർജി ഇന്ന് ഉച്ചകഴിഞ്ഞ് കോടതി പരിഗണിക്കും. അമ്മയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാകുവാൻ സാധ്യതയുണ്ടായിരുന്നു തന്നെ അപകീർത്തിപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടാണ് പരാതിയെന്ന് ശ്വേത ഹർജിയിൽ പറയുന്നു. ഇനി കായിക വാർത്തകൾ. സംസ്ഥാനത്ത് KSRTC ജീവനക്കാർ ഇനി ക്രിക്കറ്റ് കളിക്കും. KSRTC ക്രിക്കറ്റ് ടീം രൂപീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ചലഞ്ചേഴ്സ് ക്ലബ്ബ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച KSRTC ജീവനക്കാരുടെ സംസ്ഥാനതല ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സമ്മാനദാനം നിർവഹിച്ചപ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. KSRTCക്ക് വേണ്ടി ഒരു ക്രിക്കറ്റ് ടീം രൂപീകരിക്കുവാൻ ഞാൻ നമ്മുടെ CMD-യോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്ക് വോളിബോൾ, ഫുട്ബോൾ ടീമുകൾ ഉണ്ടായിരുന്നു, കലാസാംസ്കാരിക വേദി ഉണ്ടായിരുന്നു. അതെല്ലാം കാലാകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ക്രിക്കറ്റാണ് ജനകീയ മത്സരം. ഇവിടെ മത്സരിച്ച ടീമുകളിലെ മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തി നമുക്കൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റിൽ ഉജ്ജ്വല പ്രകടനത്തിന് പിന്നാലെ ടെസ്റ്റ് റാങ്കിങ്ങിലും മുഹമ്മദ് സിറാജിന്റെ കുതിച്ചുചാട്ടം. ബോളർമാരിൽ സിറാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച റാങ്കിംഗ് ആയ 15ാമതെത്തി. 5ാം ടെസ്റ്റിൽ 9 വിക്കറ്റ് നേടിയ പ്രകടനത്തോടെ റാങ്കിങ്ങിൽ 12 സ്ഥാനങ്ങളാണ് സിറാജിന് മെച്ചപ്പെടുത്താനായത്. ബോളർമാരിൽ ജസ്പ്രീത് ബുംറ 1ാം റാങ്ക് നിലനിർത്തിയപ്പോൾ ബാറ്റർമാരിൽ 3 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ഇന്ത്യയുടെ യശസ്വി ജയ്സ്വാൾ 5ാം റാങ്കിലേക്ക് മുന്നേറി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 117.46 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.